നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. സമഗ്ര ശിക്ഷ കേരള BRC ഒല്ലൂക്കര മൂർക്കനിക്കര സ്കൂളിൽ ഓട്ടിസം ദിനാചരണം നടത്തി. തൃശൂർ അതിരൂപതയുടെ പാലയൂർ മഹാതീർത്ഥാടനം ഏപ്രിൽ 6 ലൂർദ് കത്തീഡ്രലിൽ നിന്ന് ആരംഭിക്കും. മുല്ലക്കര ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ INTUC പതാക ഉയർത്തൽ മണ്ഡലം പ്രസിഡന്റ് MU മുത്തു നിർവഹിച്ചു. ജവഹർ ബാൽ മഞ്ച് ജില്ലാ ക്യാമ്പ് പുത്തൂർ പുഴയോരം കൺവെൻഷൻ സെന്ററിൽ ഏപ്രിൽ 5 നടക്കും. വാർത്തകൾ വിശദമായി. സമഗ്ര ശിക്ഷ കേരള BRC ഒല്ലൂക്കരയുടെ നേതൃത്വത്തിൽ മൂർക്കനിക്കര ഗവൺമെന്റ് സ്കൂളിൽ ഓട്ടിസം ദിനാചരണം സംഘടിപ്പിച്ചു. സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടി ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി ഉദ്ഘാടനം ചെയ്തു. ഓട്ടിസം ബാധിച്ച കുട്ടികളെ സമൂഹത്തിൽ മാറ്റി നിർത്തേണ്ട വിഭാഗമല്ലെന്നും അവരുടെ പലവിധ കഴിവുകൾ കണ്ടെത്തി ആവശ്യമായ സഹായങ്ങൾ ചെയ്തു നൽകിയാൽ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ KR രവി പറഞ്ഞു. നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ KV സജു മുഖ്യ സന്ദേശം നൽകി. സംസ്ഥാന ഭിന്നശേഷി സ്പെഷ്യൽ ജൂറി അവാർഡ് ജേതാവും ഗായികയുമായ കുമാരി പൂജ രമേശ് മുഖ്യ അതിഥിയായിരുന്നു. BRC ഒല്ലൂക്കര BPC ഇൻചാർജ് ഫേബ കെ ഡേവിഡ് പങ്കെടുത്തു. ബാധിച്ച ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യരെ പോലെ അവർക്ക് മിക്കവാറും സമയങ്ങളിൽ ഇടപെടാൻ കഴിയും, എല്ലാ നിലയിലും സംസാരിക്കാൻ കഴിയും, എല്ലാവരോടും അടുത്ത് ഇടപെടാൻ കഴിയുമെങ്കിൽ കൂടിയും ജീവിതത്തിൻ്റെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അവരിലേക്ക് മാത്രമായി ചുരുങ്ങിപ്പോകുന്ന ഒരു പ്രത്യേക അവസ്ഥയെയാണ് ഓട്ടിസം എന്ന് കാണാൻ കഴിയും. പക്ഷേ വേണ്ടത്ര കരുതലോടുകൂടി അവരെ ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞാൽ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് നടന്നു കയറാൻ യാതൊരു പ്രയാസവും ഉണ്ടാകില്ല എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാൻ ആദ്യം ഈ ഓട്ടിസം ബാധിച്ചിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരി എങ്ങനെയാണ് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരാൻ കഴിയുക എന്ന് കണ്ടത്, അല്ലെങ്കിൽ നേരിട്ട് അല്ലെങ്കിൽ കൂടിയും കേട്ടറിഞ്ഞ് ബോധ്യപ്പെട്ടത് ഒരു റിയാലിറ്റി ഷോയിലൂടെ. അവിടെ ഒരു ഗാനവേദിയിൽ അല്ലെങ്കിൽ ഒരു മത്സരവേദിയിൽ താൻ പാടുന്ന പാട്ടിൻ്റെ പോരായ്മകൾ എന്ത് എന്ന് വളരെ കൃത്യമായി അതിനെ വിവക്ഷിക്കാൻ കഴിയുന്ന ജഡ്ജസിനേക്കാൾ മുമ്പായി ഇന്ന ഭാഗങ്ങളിൽ എനിക്ക് ഇന്ന കുറവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് തുറന്ന് സമ്മതിച്ചു കൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ. പേരൊക്കെ ഞാൻ മറന്നുപോയി. സുകേഷ് കുട്ടൻ. തീർച്ചയായിട്ടും. അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, നമ്മളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളെക്കാൾ ഭംഗിയായി എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ അവർക്ക് കഴിയും. പക്ഷേ അവർക്ക് കൊടുക്കേണ്ട സമയത്തുള്ള കരുതൽ, അവരെ ചേർത്ത് പിടിക്കേണ്ട സമയത്തുള്ള ആ കരുതലും സംരക്ഷണവും നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ അവരെ അങ്ങനെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും. പലപ്പോഴും തൃശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ 28ാം പാലയൂർ മഹാതീർത്ഥാടനം ഞായറാഴ്ച നടക്കും. ഏപ്രിൽ 6 ഞായറാഴ്ച അതിരാവിലെ 4 ലൂർദ് കത്തീഡ്രൽ പള്ളിയിൽ നിന്ന് കുർബാനയ്ക്ക് ശേഷം 5 ഉദ്ഘാടനം തൃശൂർ അതിരൂപത മെത്രാപ്പോലിത്ത മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിക്കും. രാവിലെ 11 പാലയൂർ തീർത്ഥകേന്ദ്രത്തിൽ സമാപിക്കും. ചേലക്കര, എരുമപ്പെട്ടി, വടക്കാഞ്ചേരി, കൊട്ടേക്കാട്, വേലൂർ, നിർമ്മലപുരം, കണ്ടശാങ്കടവ്, പഴുവിൽ, മറ്റം, വലപ്പാട് തീരദേശം, ചാവക്കാട്, കടപ്പുറം തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള പദയാത്രകൾ രാവിലെ 11 പാലയൂരിലെത്തും. 2ാം ഘട്ട പദയാത്ര പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ ഉച്ചകഴിഞ്ഞ് 2:30 നടക്കുന്ന കുർബാനയ്ക്ക് ശേഷം 3:30 ആരംഭിച്ച് 4:30 പാലയൂരിൽ സമാപിക്കും. പൊതുസമ്മേളനം സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മറാഫിൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്യും. മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംപ്ലാക്കിൽ, മോൺസിഞ്ഞോർ ജോസ് കോനിക്കര, ഫാദർ ഡൊമിനിക് തലക്കോടൻ, ഫാദർ ഡേവിസ് കണ്ടമ്പുഴ എന്നിവർ നേതൃത്വം നൽകും. ഫാദർ ജോൺ പോൾ ചെമ്പണ്ണൂർ, ജോഷി വടക്കൻ, ജോർജ് ചിറമൽ, ജോജു മഞ്ഞില എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മുഖ്യ പദയാത്ര കൂടാതെ തന്നെ 11 മേഖല പദയാത്രകളും തൃശ്ശൂർ ജില്ലയിലെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് മേഖല പദയാത്രകളും ആരംഭിച്ച് രാവിലെ 11 മണിയോടുകൂടി തന്നെ പാലയൂർ തീർത്ഥകേന്ദ്രത്തിൽ എത്തിച്ചേരുന്നു.
ഉച്ചയ്ക്ക് ശേഷം 2:30 പാവർട്ടി തീർത്ഥകേന്ദ്രത്തിൽ നിന്ന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ആരംഭിക്കുന്ന പദയാത്ര 4:00 വീണ്ടും പാലൂരിൽ എത്തിച്ചേരുന്നതാണ്. ഈ 2 രീതിയിലാണ് പദയാത്രകൾ ക്രമീകരിച്ചിട്ടുള്ളത്. സമാപന സമ്മേളനത്തിന് ശേഷം 4:45 സമാപന സമ്മേളനം പാലൂർ തീർത്ഥകേന്ദ്രത്തിൽ നടത്തപ്പെടും. അതിന് പ്രത്യേകമായിട്ടുള്ള അധ്യക്ഷത വഹിക്കുക അഭിമന്യ ആൻഡ്രൂസ് താഴ്ത്തിപിതാവും, മുഖ്യാതിഥിയായിട്ട് എത്തിച്ചേരുക ഉദ്ഘാടനത്തിന് എത്തിച്ചേരുക സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ, അഭിമന്യ ടോണി നീലങ്കൽ സഹായമെത്ര സ്വാഗതം ആശംസിക്കുന്ന മറ്റുള്ള വിശിഷ്ടാതിഥികളും സംബന്ധിക്കുന്നതാണ്. ജവഹർ ബാൽ മഞ്ച് ജില്ലാ ക്യാമ്പ് ഏപ്രിൽ 5 ശനിയാഴ്ച നടക്കുന്നു. 13-നും 18-നും ഇടയിലുള്ള വിദ്യാർത്ഥികൾക്ക് പുത്തൂർ പുഴയോരം ഗാർഡനിൽ ജീവിതമാണ് ലഹരി എന്ന കളിക്കൂട്ടം ആരംഭിക്കുമെന്ന് സംസ്ഥാന കോർഡിനേറ്റർ സുരേഷ് കെ കരുൺ അറിയിച്ചു. ജില്ലാ ചെയർമാൻ എൻ ഗിരീഷ് അധ്യക്ഷത വഹിക്കും. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ചെയർമാൻ ആനന്ദ് കണ്ണാറ മുഖ്യാതിഥിയായിരിക്കും. മുൻ MLA-മാരായ MP വിൻസെന്റ്, TV ചന്ദ്രമോഹൻ, രാജേന്ദ്രൻ അരങ്ങത്ത്, ML ബേബി എന്നിവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ PL ജോസ്, അനൂപ് പണിക്കശ്ശേരി എന്നിവരും പങ്കെടുത്തു. മുല്ലക്കര ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ INTUC-യുടെ യോഗവും പതാക ഉയർത്തലും മുല്ലക്കര മുളയം റോഡ് ജംഗ്ഷനിൽ വെച്ച് നടന്നു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MU മുത്തു പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ സെക്രട്ടറി PR ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ ബേബി പാലോലിക്കൽ, ജോണി അരിമ്പൂർ, നേതാക്കളായ ഉണ്ണികൃഷ്ണൻ പനവളപ്പിൽ, PD ദേവസി, സിജോ ജോസ്, ശിവൻ, ഷാജു എന്നിവർ നേതൃത്വം നൽകി. അസാപ് കേരളയും ശ്രീചിത്ര ആയുർവേദ അക്കാദമിയും സംയുക്തമായി ആയുർവേദ തെറാപ്പി പഠനവും ആഗോള തൊഴിൽ സാധ്യതകളും വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കുന്നു. ഏപ്രിൽ 5 രാവിലെ 10:30 തൃശൂർ കുന്നംകുളത്തുള്ള അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ നടക്കുന്ന സെമിനാറിൽ ആയുർവേദ മേഖലയിലെ അനന്ത സാധ്യതകളെക്കുറിച്ചും നിരവധി തൊഴിലവസരങ്ങളെക്കുറിച്ചുമുള്ള വിശദ വിവരങ്ങൾ അറിയാൻ സാധിക്കും. സെമിനാറിലേക്കുള്ള പ്രവേശനം സൗജന്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9947797719 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പുത്തൂർ നമ്പ്യ റോഡ് 14-ാം വാർഡിൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടന്നു. ഒല്ലൂർ CI വിമോദ് ക്ലാസ് എടുത്തു. ഇന്നത്തെ തലമുറയിൽ കണ്ടുവരുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗവും കാരണങ്ങളും പ്രതിവിധിയെയും കുറിച്ച് സംസാരിച്ചു. വാർഡ് മെമ്പർ ലിബി വർഗീസ് അധ്യക്ഷത വഹിച്ചു. CDS അംഗം ഉഷ ബാബുരാജ് സ്വാഗതം ആശംസിച്ചു. അയ്യയ്യോ ലഹരി എന്ന ഏകാന്ത നാടകവും പ്രശസ്ത ഏകാംഗ നാടക കലാകാരൻ PD പൗലോസ് അവതരിപ്പിച്ചു. TG ജയൻ സന്നിഹിതനായി. ജോസ് വാഴപ്പള്ളി നന്ദി അറിയിച്ചു. എന്ത് കാര്യങ്ങളും നമ്മുടെ മക്കള് കുരുത്തക്കേട് ഒപ്പിച്ചാൽ അത് ആര് മുഖേനയും നമ്മൾ അറിയും. ഇപ്പൊ നമ്മളൊക്കെ കുറച്ചും കൂടിയും അണുകുടുംബമായ കാരണം ഇനി ഒരു അയൽവാസിയുടെ മകനെ കുറിച്ച് എന്തെങ്കിലും നമ്മൾ പറഞ്ഞാൽ ചിലപ്പോ എന്റെ മോനെ കുറിച്ച് കുറെ നീ ആരെന്ന് ചോദിക്കണ അവസ്ഥയുണ്ട്. അപ്പൊ നമ്മള് തികച്ചും സെൽഫിഷ് ആവാനുള്ള ഒരു കാലഘട്ടം. IHRD-യുടെ കീഴിൽ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് മാവേലിക്കരയിൽ 3 മാസത്തെ ഇന്റേൺഷിപ്പിനുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. സെയിൽസ്, മാർക്കറ്റിംഗ്, അക്കൗണ്ടിംഗ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് എന്നീ വിഷയങ്ങളിൽ ഇന്റേൺഷിപ്പ് ഉണ്ട്. അതത് വിഷയങ്ങളിൽ ബിരുദം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കോ കോഴ്സ് കഴിഞ്ഞവർക്കോ അപേക്ഷിക്കാം. അപേക്ഷാ ഫീസ് 3000 രൂപ. താല്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഏപ്രിൽ 12-ന് കോളേജിൽ എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9495069307. താല്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഏപ്രിൽ 7-ന് രാവിലെ 10 മണിക്ക് കോളേജിൽ എത്തിച്ചേരേണ്ടതാണ്. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി.
fully computerized, ISO certified laboratory, hematology, biochemistry, electrolytes, hormones, serology, clinical pathology, ECG, fully automatic മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്, വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO certified laboratory. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. ആറാട്ടുപുഴ പൂരത്തിന് കൊടിയേറി. പൂരം ഏപ്രിൽ 9-നാണ്. ശക്തമായ സുരക്ഷയൊരുക്കി തൃശൂർ റൂറൽ പോലീസ്. സുരക്ഷയ്ക്കായി ഡ്രോൺ നിരീക്ഷണവുമുണ്ട്. ഇക്കൊല്ലത്തെ ആറാട്ടുപുഴ പൂരത്തിന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി വി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ 500ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കുന്നു. ചരിത്ര പ്രസിദ്ധവും പുരാതന ക്ഷേത്രോത്സവം എന്നറിയപ്പെടുന്ന ആറാട്ടുപുഴ പൂരത്തിന് ഏപ്രിൽ 3-ന് കൊടിയേറുകയാണ്. പ്രൗഢഗംഭീരമായ പൂരം ഏപ്രിൽ 9-നാണ്. ആറാട്ടുപുഴ പൂരത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് വിവിധ ദേശങ്ങളിൽ നിന്നും എത്തുന്ന ആനപ്പൂരങ്ങളുടെ വരവ്, തിരക്ക് നിയന്ത്രണാതീതമാകുന്ന സ്ഥലങ്ങൾ, സമയം ഇതൊക്കെ വിലയിരുത്തി കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ആറാട്ടുപുഴ ചേർപ്പ് പരിസരം പൂരത്തോടനുബന്ധിച്ച് അസാധാരണമായ തിരക്കുണ്ടാകും. വിശ്വപ്രസിദ്ധമായ പൂരം ദർശിക്കാൻ വിവിധ ജില്ലകളിൽ നിന്ന് വളരെയധികം ജനങ്ങൾ എത്തുക പതിവാണ്. തിരക്ക് നിയന്ത്രണം, ആചാരപരമായ ചടങ്ങുകളിൽ ഭക്തജനങ്ങൾക്ക് സുരക്ഷിതമായി പങ്കെടുക്കാനുള്ള സൗകര്യങ്ങൾ, ദർശന സൗകര്യങ്ങൾ എന്നിവ ഒരുക്കിയിട്ടുണ്ട്. വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ അധികമായി നിയോഗിക്കുന്നുണ്ട്. ബൈക്ക് പട്രോളിംഗ് സംവിധാനവും സജ്ജമാണ്. ആനകളെ കൃത്യമായി പരിപാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനും പ്രത്യേക ശ്രദ്ധ നൽകി ജനസുരക്ഷ ഉറപ്പുവരുത്താനും ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി. സ്ഥിരം കുറ്റവാളികളെ നിരീക്ഷിക്കും. അനധികൃത മദ്യവിൽപ്പന, ലഹരി വിപണനം ഇത് തടയാൻ ഡാൻസ് ഓഫ് മഫ്തി പോലീസിനെ നിയോഗിക്കും. സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് ഡ്രോൺ നിരീക്ഷണം, 24 മണിക്കൂറും പോലീസ് കൺട്രോൾ റൂമിൽ CCTV സർവൈലൻസ്, ഗതാഗത നിയന്ത്രണത്തിനായി മൊബൈൽ, ബൈക്ക് പട്രോളിംഗ്, കുറ്റകൃത്യങ്ങൾ തടയാൻ മഫ്തി പോലീസ് എല്ലാം ഒരുക്കിയിരിക്കുന്നു. SSLC വിശേഷങ്ങളുമായി സ്കൂൾ വിദ്യാർത്ഥികൾ കളക്ടറെ കാണാനെത്തി. ജില്ലയിലെ വിവിധ മേഖലകളിലുള്ളവരുമായി സംവദിക്കുന്ന ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നടത്തുന്ന മുഖാമുഖം മീറ്റ് ദ കളക്ടർ പരിപാടിയുടെ 30-ാം അധ്യായത്തിലാണ് SSLC പരീക്ഷാ വിശേഷങ്ങളുമായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പീച്ചിയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളും അധ്യാപകരും അതിഥികളായി എത്തിയത്. കളക്ടർ കുട്ടികളോട് വിവിധ വിഷയങ്ങളുമായി സംസാരിച്ചു. ജില്ലാ കളക്ടർ കഴിഞ്ഞ SSLC പരീക്ഷയെക്കുറിച്ച്, പരീക്ഷാ അനുഭവങ്ങളെക്കുറിച്ച് ചോദിച്ചറിഞ്ഞു. ഫിസിക്സ്, സാമൂഹിക ശാസ്ത്ര പരീക്ഷകൾ അല്പം കഠിനമായിരുന്നുവെങ്കിലും ഭാഷാ വിഷയങ്ങൾ പൊതുവെ എളുപ്പമായിരുന്നു എന്ന് കുട്ടികൾ പറഞ്ഞു. പരീക്ഷാ സമ്മർദ്ദങ്ങളെല്ലാം മാറി വേനലവധി ഫലപ്രദമായി ഉപയോഗിക്കുമെന്ന് കുട്ടികൾ പറഞ്ഞു. തുടർ പഠന ലക്ഷ്യങ്ങളും സിവിൽ സർവീസ് പരീക്ഷാ തയ്യാറെടുപ്പിനെക്കുറിച്ചും കളക്ടറോട് ചോദിച്ചറിഞ്ഞു. തൃശൂർ ജില്ലാ കളക്ടറായി സേവനമനുഷ്ഠിക്കുമ്പോഴുള്ള അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും കളക്ടർ കുട്ടികൾക്ക് പറഞ്ഞുകൊടുത്തു. സിവിൽ സർവീസ് പരിശീലന അനുഭവങ്ങൾ, കിളിമഞ്ചാരോ എൽബ്രസ് പർവ്വതാരോഹണ അനുഭവങ്ങളും കുട്ടികൾക്ക് അറിയാൻ താല്പര്യമുണ്ടായിരുന്നു. സ്കൂളിൽ കായിക പരിശീലനത്തിനുള്ള സൗകര്യങ്ങൾ അപര്യാപ്തമാണെന്നും കായിക ഉപകരണങ്ങൾ ഉൾപ്പെടെ മറ്റ് ആവശ്യങ്ങളെക്കുറിച്ചും അധ്യാപകരും വിദ്യാർത്ഥികളും കളക്ടറെ അറിയിച്ചു. സൂര്യനന്ദന എന്ന വിദ്യാർത്ഥിനി താൻ സ്വയം നിർമ്മിച്ച നെറ്റിപ്പട്ടം കളക്ടർക്ക് കൈമാറി. വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടന്ന മുഖാമുഖത്തിൽ 21 വിദ്യാർത്ഥികളോടൊപ്പം അധ്യാപികമാരായ C. രേഖ രവീന്ദ്രൻ, ജോയ്സി റോജ, MS സജിത, KR രതുല്യ എന്നിവരും പങ്കെടുത്തിരുന്നു. ടൈൽ വിരിച്ചതിലെ അപാകതകൾ
വിരിച്ചിട്ടില്ലെന്ന വാദം തള്ളി 30,000 രൂപ നൽകാൻ വിധി. പരാതിക്കാരന് അനുകൂല വിധിയാണ് വന്നത്. തൃശൂർ പഴുവിൻ വെസ്റ്റിലെ തോട്ടുപുര വീട്ടിൽ നന്ദനൻ ഫയൽ ചെയ്ത ഹർജിയിലാണ് കീഴ്പുള്ളിക്കര വലിയപറമ്പിൽ വീട്ടിൽ VG മോഹനനെതിരെ വിധിയായത്. നന്ദനൻ ടൈൽ വിരിക്കുന്ന പണികൾ മോഹനനെ ഏൽപ്പിച്ചു. യഥാസമയം പണികൾ പൂർത്തിയാക്കിയില്ലെന്ന് മാത്രമല്ല അപാകതകളും ഉണ്ടായിരുന്നു. തുടർന്ന് ഹർജി ഫയൽ ചെയ്തു. ടൈൽ വിരി ഏറ്റെടുത്തിട്ടില്ലെന്നും ടൈൽ വിൽപ്പന നടത്തുക മാത്രമാണ് ചെയ്തതെന്നും എതിർകക്ഷിയുടെ വാദം. എതിർവിസ്താരത്തിൽ ടൈൽ വിൽപ്പന നടത്തിയത് താനല്ലെന്ന് എതിർകക്ഷി സമ്മതിച്ചു. മറ്റൊരു ഡിപ്പോയിൽ നിന്ന് ടൈലുകൾ ഹർജിക്കാരന് വാങ്ങിക്കൊടുത്തു എന്നതായി അടുത്ത വാദം. മൊഴികൾ വിശ്വസനീയമല്ലെന്ന് കോടതി വിലയിരുത്തി. തെളിവുകൾ പരിഗണിച്ച് പ്രസിഡന്റ് CT സാബു, മെമ്പർമാരായ ശ്രീജ S, R രാമോഹൻ എന്നിവരടങ്ങിയ ഉപഭോക്തൃ കോടതി ഹർജിക്കാരന് നഷ്ടപരിഹാരമായി 25,000 രൂപ, ചിലവിലേക്ക് 5,000 രൂപ കൽപ്പിച്ച് വിധി പുറപ്പെടുവിച്ചു. ഹർജിക്കാരന് വേണ്ടി ഹാജരായത് അഡ്വക്കേറ്റ് AD ബെന്നിയാണ്. ലഹരിയാകാം കളിയിടങ്ങളോട് ഈ മുദ്രാവാക്യവുമായി റെഡ് ചലഞ്ചേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന 15ാമത് അഖില കേരള ഫ്ലഡ് ലൈറ്റ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് 2025 ഏപ്രിൽ 3, 4, 5, 6 തീയതികളിൽ വൈകിട്ട് 7 മണിക്ക് പുല്ലാനക്കാട് ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്നു. ജില്ലാ നിയമസേവന അതോറിറ്റി തൃശൂരിൽ ആരംഭിക്കുന്ന സമവായം ഫാമിലി കൌൺസിലിംഗ് സ്കീമിൽ ഫാമിലി കൌൺസിലർ തസ്തികയിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. 1,500 രൂപ ദിവസവേതനമായി ലഭിക്കും. ക്ലിനിക്കൽ കൌൺസിലിംഗ് അല്ലെങ്കിൽ അപ്ലൈഡ് സൈക്കോളജിയിൽ സ്പെഷ്യലൈസേഷനോടുകൂടിയ BA, BSc സൈക്കോളജി, MSc സൈക്കോളജി അല്ലെങ്കിൽ സോഷ്യൽ വർക്ക്സ് ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. 30 വയസ്സോ അതിന് മുകളിലോ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ക്ലിനിക്കിൽ കുറഞ്ഞത് 3 മുതൽ 5 വർഷം വരെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. കുടുംബ ബന്ധങ്ങളിൽ കൌൺസിലിംഗ് ചെയ്ത് മുൻപരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ട്. വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 0487 236 3770. കേരള ഡിഫറന്റ്ലി ഏബിൾഡ് വെൽഫെയർ അസോസിയേഷൻ ഭിന്നശേഷി ക്ഷേമ സംഘടന 11ാം സമൂഹ വിവാഹവും കുടുംബ സംഗമവും 15ാമത് സംസ്ഥാന സമ്മേളനവും ഏപ്രിൽ 5-ന് നടത്തുന്നു. ഏപ്രിൽ 5-ന് രാവിലെ 9 മണി മുതൽ തൃശൂർ CMS സ്കൂൾ അങ്കണത്തിൽ കേരള ഹൈക്കോടതി റിട്ടയേർഡ് ജഡ്ജി K കമാൽ പാഷ ഉദ്ഘാടനം ചെയ്യും. 3000-ലധികം പേർ പങ്കെടുക്കുന്നുണ്ട്. ഇതുവരെ 146 വിവാഹങ്ങൾ സംഘടന നടത്തി. ഇപ്രാവശ്യം 12 യുവതി യുവാക്കൾ വിവാഹിതരാകുന്നു. പ്രസിഡന്റ് ഷൈനി ഫ്രാങ്ക്, ഖാദർ നാട്ടിക, KC ശിവരാമൻ, പ്രമോദ് എലപ്പുള്ളി എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഒരിടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വാർത്തകൾ തുടരുന്നു. ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെയും തൃശൂർ ജൂഡോ അസോസിയേഷന്റെയും ആഭിമുഖ്യത്തിൽ തൃശൂർ അക്വാട്ടിക് കോംപ്ലക്സ് ജൂഡോ ഹാളിൽ ഏപ്രിൽ 4 മുതൽ സമ്മർ കോച്ചിംഗ് ക്യാമ്പ് ആരംഭിക്കുന്നുണ്ട്. താൽപര്യമുള്ളവർക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9895890501. മേരിക്കുണ്ടൊരു കുഞ്ഞാട്, മേനി വെളുത്തൊരു കുഞ്ഞാട്. ഇത് പഴയ പാഠപുസ്തകത്തിലെ പാടിപ്പതിഞ്ഞ പദ്യയിരടികൾ. ഇത് ഓർത്തുകൊണ്ട് കറുപ്പ് വെളുപ്പ് നിറങ്ങൾ ചർച്ച ചെയ്യുന്ന കാലഘട്ടത്തിൽ ദേവി കൃഷ്ണയ്ക്ക് കളിക്കൂട്ടുകാരിയായി അമ്മു എന്ന ആട്ടിൻകുട്ടിയെ സമ്മാനിച്ച് സ്റ്റൈജു മാസ്റ്റർ. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃത അധ്യാപകൻ സ്റ്റൈജു വിശ്രമവേളകളെ ഉചിതമായി ഉപയോഗിക്കാൻ വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആടിനെ സമ്മാനിക്കുന്നു. ഓരോ അസംബ്ലി നിയോജക മണ്ഡലത്തിലെയും തിരഞ്ഞെടുക്കപ്പെട്ട LP സ്കൂൾ വിദ്യാർത്ഥിക്ക് അവധിക്കാലത്ത് കളിക്കാനും ഓമനിക്കാനും ഒരു ആട്ടിൻകുട്ടിയെ നൽകുന്ന പദ്ധതിയാണ് ദേവി കൃഷ്ണയ്ക്ക് തുണയായത്. കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സെന്റ് സിറിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിനി EV ദേവികൃഷ്ണയ്ക്കാണ് മാസ്റ്റർ ആട്ടിൻകുട്ടിയെ സമ്മാനിച്ചത്. വിദ്യാലയ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ പ്രധാന അധ്യാപിക ജെൻസി KS അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ദേശീയ അധ്യാപക അവാർഡ് ജേത്രിയും തൃശൂർ ജില്ലാ പഞ്ചായത്ത് മുൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷയുമായ N പത്മിനി ടീച്ചർ ദേവികൃഷ്ണയ്ക്ക് ആട്ടിൻകുട്ടിയെ സമ്മാനിച്ചു. സ്റ്റൈജ് മാസ്റ്റർ പദ്ധതി വിശദീകരണം നടത്തി. സ്കൂൾ PTA പ്രസിഡന്റ് വിജിത പ്രജി മുഖ്യപ്രഭാഷണം നടത്തി. അധ്യാപകരായ ഷെർലി, അലൻ എന്നിവരും സംസാരിച്ചു. ആട്ടിൻകുട്ടിയെ ഹൃദയത്തോട് ചേർത്തിപ്പിടിച്ച് ദേവികൃഷ്ണ ഏവർക്കും നന്ദി അറിയിച്ചു. ചൂണ്ടൽ സ്വദേശികളായ മണി, ലളിത എന്നീ ദമ്പതികൾ വളർത്തുന്ന ആട്ടിൻകൂട്ടത്തിലെ കറുപ്പും വെളുപ്പും നിറമണിഞ്ഞ അമ്മു എന്ന് വിളിക്കുന്ന ആട്ടിൻകുട്ടിയെയാണ് കറുപ്പ് വെളുപ്പ് നിറങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന അവസരത്തിൽ സ്റ്റൈജു മാസ്റ്റർ ദേവികൃഷ്ണയ്ക്ക് സമ്മാനിക്കാൻ തിരഞ്ഞെടുത്തത്.
വരും ദിവസങ്ങളിൽ മണലൂർ നിയോജക മണ്ഡലത്തിൽ കണ്ടാണശ്ശേരി എക്സൽപിയർ സ്കൂൾ LP സ്കൂളിലെ വിദ്യാർത്ഥിക്കും ആട്ടിൻകുട്ടിയെ സമ്മാനിക്കും. 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ കൂടിയാണ് മേജർ P. ജസ്റ്റൈജു. ലഹരിക്കെതിരെ 108 വിദ്യാലയങ്ങളിൽ പുസ്തക ചങ്ങാത്തം, പക്ഷികൾക്കായി പാനസ്നാന ഭോജന വസ്തുക്കളുടെ വിതരണം തുടങ്ങി വിദ്യാർത്ഥികളിൽ കരുണ നിറഞ്ഞ മനോഭാവം വളർത്തിയെടുക്കാൻ മാസ്റ്റർ നടത്തുന്ന ചില പ്രവർത്തനങ്ങൾ മാത്രമാണിതെല്ലാം. യുവാവിനെ മുളവടികൊണ്ട് അടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ 4 പേർ റിമാൻഡിലേക്ക്. കൊടുങ്ങല്ലൂർ ഭരണി ഉത്സവത്തിന് വന്ന കാസർഗോഡ് സ്വദേശിയായ വിനോദ്, വൈശാഖ് എന്നിവരെ 10 മണിയോടെ കൊടുങ്ങല്ലൂർ പുലക്കാവിൽ വെച്ച് വിനോദിന്റെ കൂടെ വന്ന അനിൽ എന്ന ആളുടെ ദേഹത്ത് ഭരണി ഉത്സവത്തിന് വന്ന പ്രതികൾ തട്ടിയത് ചോദ്യം ചെയ്തതിനുള്ള വിരോധത്താൽ മുളവടികൊണ്ട് അടിച്ചും മറ്റും ആക്രമിക്കാൻ ശ്രമിച്ച സംഭവത്തിനാണ് കാസർഗോഡ് പള്ളിക്കര സ്വദേശികളായ സുമേഷ്, സുകേഷ്, കാളിദാസ്, നിശാന്ത് എന്നിവരെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. വിനോദിന്റെ കൂടെ വന്ന അനിൽ എന്നയാളെ തട്ടിയത് ചോദ്യം ചെയ്തതിലുള്ള വിരോധത്താലാണ് മുളവടി കൊണ്ട് വിനോദിനെ തലയിൽ അടിക്കുകയും അവരുടെ കൈവശമുണ്ടായിരുന്ന മുളവടികൾ കൊണ്ട് വിനോദിന്റെ ശരീരത്തിന്റെ പല ഭാഗത്തും അടിക്കുകയും ചെയ്തത്. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അരുൺ BK യുടെ നേതൃത്വത്തിലാണ് പ്രതികളെ റിമാൻഡ് ചെയ്തത്. ജല അതോറിറ്റിയുടെ പീച്ചിയിൽ നിന്ന് തൃശൂരിലേക്കുള്ള പൈപ്പ് ലൈനിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ട്. ഏപ്രിൽ 4-ന് കോർപ്പറേഷൻ പരിധിയിൽ ജലവിതരണം തടസ്സപ്പെടുമെന്നാണ് ജല അതോറിറ്റി വാട്ടർ വർക്ക്സ് സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചിരിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. സമഗ്ര ശിക്ഷ കേരള BRC ഒല്ലൂക്കര മൂർക്കനിഗ്ര സ്കൂളിൽ ഓട്ടിസം ദിനാചരണം നടത്തി. തൃശൂർ അതിരൂപതയുടെ പാലയൂർ മഹാതീർത്ഥാടനം ഏപ്രിൽ 6-ന് ലൂർദ് കത്തീഡ്രലിൽ നിന്ന് ആരംഭിക്കും. മുല്ലക്കര ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ INTUC പതാക ഉയർത്തൽ മണ്ഡലം പ്രസിഡന്റ് MU മുത്തു നിർവഹിച്ചു. ജവഹർ ബാൽ മഞ്ച് ജില്ലാ ക്യാമ്പ് പുത്തൂർ പുഴയോരം കൺവെൻഷൻ സെന്ററിൽ ഏപ്രിൽ 5-ന് നടക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.